വെല്ലുവിളികളെ നേരിടാൻ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുക്കുകയാണ് പുതിയ തലമുറ. അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആയോധന കലകൾ അഭ്യസിക്കുന്നവരിലൂടെ എണ്ണമേറുകയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആത്മരക്ഷ ഉറപ്പുവരുത്തുകയാണ് കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകൾ പരിശീലിക്കുന്നതിലൂടെ കുട്ടികളും രക്ഷിതാക്കളും ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ രംഗത്തെത്തിയതോടെ കുട്ടികൾക്ക് ഇത്തരം കായിക പരിശീലനങ്ങളോടുള്ള ആഭിമുഖ്യം കുറഞ്ഞിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ആയോധന കലകൾ പരിശീലിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായി കഴിഞ്ഞ 40 വർഷമായി കരാട്ടെ പരിശീലിപ്പിക്കുന്ന ടോമി ഫ്രാൻസിസ് പറയുന്നു. കുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ കണ്ടുവരുന്ന അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പല പാരൻസിനും അതിനോട് നല്ലൊരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും നല്ലൊരു താല്പര്യം അതിനോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കരാട്ടെ പഠിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആയോധനകൾ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം ഇപ്പോൾ പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കായികക്ഷമത നേടുക എന്നതിനൊപ്പം ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും ഇത്തരം പരിശീലനങ്ങൾ സഹായകരമാകുന്നുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന രീതിയിൽ മനസ്സ് ശക്തി ആവണമല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ധൈര്യമാണ് എങ്ങോട്ട് പോകാനും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്കലി അല്ലാണ്ട് തന്നെ മെൻ്റലിയും ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഏത് പ്രതിസന്ധികളെയും ശാരീരികമായും മാനസികമായും നേരിടാൻ ആയോധന കലകൾ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കുട്ടികൾ ചുവടുവെക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ സ്ഥാപനങ്ങളും പരിശീലനം നൽകുന്നുണ്ട്. എതിരാളിയെ മലർത്തിയടിക്കുക എന്നതിനപ്പുറം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് ഇത്തരം ആയോധന കലാ പരിശീലനങ്ങൾ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.